കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലോചിക്കുന്നതാണ് ബംഗാളിനെ കുറിച്ച് ഒരു പോയിന്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഓരോരോ വിഷയങ്ങൾ കടന്നു വരുന്നത് മൂലം ബംഗാൾ പിന്നാക്കം പോവുകയാണ്. ഏതായാലും ബംഗാളിനെ കുറിച്ച് പറയാതെ ഈ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനം പൂർത്തിയാകില്ല. എന്താണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്? പശ്ചിമ ബംഗാളിൽ വലിയ നേട്ടം കൊയ്യാൻ കഴിയുമെന്ന് BJP കരുതിയിരുന്നു. BJP അത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പശ്ചിമ ബംഗാളിൽ വേണ്ടത്ര നേട്ടം കൊയ്യാൻ BJPക്ക് കഴിഞ്ഞില്ല. അതിന് പ്രധാന കാരണമുണ്ട്. പശ്ചിമ ബംഗാളിലെ BJP എന്ന് പറഞ്ഞാൽ അവരുടെ അണികളിൽ ഏറിയ പങ്കും CPMകാരാണ്, അതായത് പഴയ സഖാക്കൾ. അവരുടെ നേതാക്കന്മാരാകട്ടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വന്നവരുമാണ്. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിലെ BJP അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം. അതായത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ് BJPയുടെ ബഹുഭൂരിപക്ഷം നേതാക്കൾ. അണികളാകട്ടെ ബഹുഭൂരിപക്ഷം പേരും CPMകാരുമാണ്. അതായത് യഥാർത്ഥ BJPക്കാരൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ RSSലൂടെയോ ഇല്ലെങ്കിൽ ABUPയുടെയോ ഇല്ലെങ്കിൽ യുവമോർച്ചയിലൂടെയൊക്കെ വളർന്നു വരുന്നവരെയാണ് നമ്മൾ BJPക്കാരൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറച്ച് പേർ മാത്രമാണ് പശ്ചിമ ബംഗാളിൽ ലീഡർഷിപ്പിലുള്ള യഥാർത്ഥ BJPക്കാർ. അവിടെയല്ല തൃണമൂലിൻ്റെയും CPMൻ്റെയും രീതിയിൽ തന്നെയാണ് BJP മുൻപോട്ട് പോകുന്നതും. അവിടെയാണ് BJPക്ക് വലിയ തകർച്ച നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ തവണ 18 സീറ്റ് കിട്ടിയിടത്ത് ഇത്തവണ കിട്ടിയത് 12. 22 സീറ്റ് കിട്ടിയ മമതാ ബാനർജിക്ക് 29. അതോടൊപ്പം കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെട്ടു, ഒരു സീറ്റ് അവർ നേടുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവിടെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവിടെ ചില സാമുദായിക സമവാക്യങ്ങൾ ആയിരുന്നു BJPയെ പരാജയത്തിലേക്ക് നയിക്കാൻ പ്രധാനപ്പെട്ട കാരണം. ഒപ്പം തന്നെ നേതാക്കന്മാരുടെ തമ്മിത്തല്ല്. നമുക്കറിയാം പശ്ചിമ ബംഗാൾ പോലെയുള്ള ഒരിടത്ത് രാഷ്ട്രീയ പാർട്ടികൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്പം ഗുണ്ടായിസമൊക്കെ വേണം. CPMനെ അടിച്ചൊതുക്കിയാണ് തൃണമൂൽ നിന്നത്. ആ തൃണമൂലിനെ അടിച്ചൊതുക്കിയെന്ന രീതിയിലേക്കാണ് BJP വളർന്നു വന്നത്. BJPയുടെ നേതാക്കൾ പലവട്ടം കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ പോയാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല. കാരണം തങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് പോലും പ്രവർത്തകരും ഹിന്ദുക്കളുമൊക്കെ പലായനം ചെയ്യേണ്ട അവസ്ഥയാണ് പശ്ചിമ ബംഗാളിൽ. അതുകൊണ്ട് തന്നെ മമതയെ നിലയ്ക്ക് നിർത്തണം, കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കണം, പറ്റുമെങ്കിൽ അവരെ പിരിച്ചുവിടണം. പക്ഷേ BJP എന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സംസ്ഥാന നിയമസഭകൾ പിരിച്ചുവിടാൻ അവർക്ക് കഴിയില്ല. കാരണം ഈ രാജ്യത്ത് BJPയുടെ സംസ്ഥാന സർക്കാരുകളെയാണ് ഏറ്റവും കൂടുതൽ പിരിച്ച് വിട്ടവർ. അതുകൊണ്ട് തന്നെ BJP അതിന് എക്കാലവും എതിരാണ്. അതുകൊണ്ടാണ് മമതയുടെ സർക്കാരിനെ പിരിച്ചുവിടാൻ BJP വിമുഖത കാണിച്ചതും. പക്ഷേ അതിനു പകരം അവിടെ കേന്ദ്രസേനയെ രംഗത്തിറക്കിയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രസേനയേക്കാൾ വലിയ റോള് ബംഗാളിലെ പോലീസിനായിരുന്നുവെന്ന് അവിടുത്തെ BJP നേതാക്കൾ പറയുന്നു. അതായത് ഇപ്പോഴും ഗുണ്ടായിസം കൊടിയുത്തി വാഴുന്ന ഇടമാണ് ബംഗാൾ. അവിടെ വോട്ട് ചെയ്യാൻ വരുന്നവരെ പോലും തടയുക, ഗ്രാമമൊന്നാകെ വളയുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നടക്കുകയാണ്. അവിടെ ഇനി വേണ്ടത് അടിച്ചൊതുക്കുകയാണ്. അതിന് കേന്ദ്രസേനയായാലും ഇല്ലെങ്കിൽ അവിടെയുള്ള BJPക്കാർക്ക് വർദ്ധിത വീര്യം നൽകി അവർക്ക് പിന്നിൽ കേന്ദ്രം അടിയുറച്ച് നിന്നുകൊണ്ട് അടിക്കടി എന്ന രീതിയിൽ ബംഗാളിൽ മുന്നേറാൻ കഴിയൂ. അതല്ലാതെ ഇപ്പോൾ പോകുന്ന നിലയിൽ ഒന്നും സംഭവിക്കില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ കാലുവാരുന്ന നേതാക്കളും ഇനി പാർട്ടിയെ നയിക്കാൻ ഉണ്ടായാൽ അത് BJPയെ വീണ്ടും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടും. കാരണം തൃണമൂലിൽ നിന്നും മറ്റും വരുന്ന നേതാക്കന്മാർക്കെല്ലാം ആ ഒരു സ്വഭാവം അവരിലുണ്ട്. ആ സ്വഭാവം അവർ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. ചാഞ്ചാട്ടമാണ് പ്രധാന സ്വഭാവം. എന്തും ചെയ്യാൻ യാതൊരു മടിയുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നവർ. ഇതിൽ ആകെ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് അണികളായി എത്തിയ സഖാക്കളെ മാത്രമാണ്. കാരണം അവർ ഒരു കേഡർ സിസ്റ്റത്തിൽ വളർന്നു വന്ന കേഡർ പാർട്ടി അംഗങ്ങളാണ്. അതുകൊണ്ട് ആ അംഗങ്ങളെല്ലാം ഉറപ്പായും BJPക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ്. ഇവിടെ അവരെയും സംബന്ധിച്ചൊരു പ്രധാന വിഷയം തൃണമൂലിൻ്റെ ആക്രമണത്തെ നേരിടാൻ BJPക്ക് അവിടെ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിയാത്തതല്ല, അവരുടെ കൈയും കാലും കേന്ദ്രം കെട്ടിയിടുന്നത് കൊണ്ടാണ്. കെട്ടഴിച്ചു വിട്ടാൽ അവർക്ക് പ്രതിരോധിക്കാനെങ്കിലും കഴിയും. ഇതൊക്കെയാണ് പശ്ചിമ ബംഗാളിൻ്റെ ഒരു പരാജയത്തിലേക്ക് ആദ്യം വിരൽ ചൂണ്ടുന്നത്. മറ്റൊന്ന്, അവിടെ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമ്പോൾ ഏതാണ്ട് 4 ലക്ഷത്തോളം വരുന്ന ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ മഹവ എന്ന് പറയുന്ന സമുദായത്തിന് വലിയ ഗുണം കിട്ടുമായിരുന്നു. പക്ഷേ അതിന് സമാനമായി തന്നെ മറ്റൊരു സമുദായം അവിടെയുണ്ട്. ഇവർക്ക് ഈ പൗരത്വം കൊടുക്കുകയും അവരെ OBC ലിസ്റ്റിലേക്ക് പെടുത്തുകയും ചെയ്യുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ സമുദായങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുന്നതിൽ വലിയ വിജയം മമതാ ബാനർജി നേടാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ 6 ജില്ലകളിൽ അപ്രമാദിത്യമുള്ള മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി മമതയ്ക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് അവിടുത്തെ മറ്റ് സാമൂഹ്യ അന്തരീക്ഷം. ഈ 2 അന്തരീക്ഷങ്ങളോട് ചേർന്ന് വന്നപ്പോൾ BJPയുടെ പതനം പൂർത്തിയായി. ഇനിയെല്ലാം ഒന്നേന്ന് പറഞ്ഞു തുടങ്ങണമെങ്കിൽ ആദ്യം നേതൃത്വ നിര പതുക്കെ അഴിച്ചു പണിയേണ്ടതായിട്ടുണ്ട്. ആത്മാർത്ഥമുള്ള, ഇടിച്ചു കയറാൻ ചങ്കൂറ്റമുള്ള നേതാക്കൾ വേണം. അടിക്കടി എന്ന പോളിസിയിലേക്ക് പാർട്ടി കുറച്ചു കാലത്തേക്കെങ്കിലും ബംഗാളിൽ മാറണം. എങ്കിൽ മാത്രമേ മമതയുടെ ഗുണ്ടാരാജിന് തടയിടാൻ കഴിയുള്ളൂ. ഇതൊക്കെ തന്നെയാണ് പശ്ചിമ ബംഗാളിൻ്റെ പരാജയത്തിൻ്റെ കാരണവും. ഇതാണ് ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.